നമസ്തേ പ്രിയമിത്രങ്ങളെ. ഇന്ന് വേദരസത്തിൽ ഭഗവത്ഗീത രസമാണ് നമ്മൾ വിളമ്പാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ദിവ്യമായ നിർദ്ദേശങ്ങളാൽ ധന്യമാണ് ഭഗവത്ഗീത. ഭഗവാൻ ഇത് പകർന്നു തന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ജീവിതം ഐശ്വര്യകരമായി മാറാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ വേദവ്യാസന് പേറ്റന്റ് കിട്ടാനോ ഭഗവാന് നമ്മുടെ ആദരവ് കിട്ടാനോ വേണ്ടിയിട്ടല്ല. നമ്മുടെ ജീവിതം നന്നാവാൻ വേണ്ടി ഭഗവാൻ തന്ന ജ്ഞാനഭിക്ഷയാണ്, പ്രസാദമാണ് ഭഗവത്ഗീത. അതുകൊണ്ട് തന്നെ ആ ഭഗവത്ഗീതയിൽ ഭഗവാന്റെ ചില സ്തുതിയുണ്ട്. വിശേഷിയ ഭഗവത്ഗീതയിലെ ധ്യാന ശ്ലോകത്തിന്റെ അവസാന ഭാഗത്ത് ഒരു 4 വരിയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം എനിക്കൊന്നുമില്ലേ, അവൾക്കതുണ്ട്, ഇവൾക്കിതുണ്ട്, അങ്ങേർക്കതുണ്ട്, ഇങ്ങേർക്കിതുണ്ട്, എനിക്കാണെങ്കിൽ ഒന്നുമില്ല എന്ന് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തുടങ്ങി വീണ്ടും കിടക്കയിലേക്ക് കിടക്കാൻ തുടങ്ങുന്നത് വരെ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. പരാതിയും പരിഭവവും. പരാതി പറയാനുള്ള ഒരു ഉപകരണമായി പലപ്പോഴും നമ്മൾ മാറുന്നു. പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ മറന്നുപോകുന്ന ചില സത്യങ്ങളില്ലേ? മറ്റുള്ളവർക്ക് കൊടുക്കാത്ത പലതും ഭഗവാൻ എനിക്ക് തന്നിട്ടില്ലേ? മറ്റുള്ളവർക്കില്ലാത്ത പലതും സർവേശ്വരൻ എനിക്ക് തന്നിട്ടില്ലേ? എന്നിട്ടും ഞാൻ അതിനെ കൃത്യമായി പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? എന്നെ ഏൽപ്പിച്ച വിഭവങ്ങളെ കൃത്യമായി ഞാൻ സംരക്ഷിക്കുന്നുണ്ടോ, ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? മറിച്ച് അതിനെപ്പറ്റി ചിന്തയില്ലാതെ ആവോളം എന്നിൽ ഉള്ളതിനെ പോലും അല്പം പോലും കെയർ ചെയ്യാതെ അശ്രദ്ധമായി വലിച്ചെറിയുകയും പാഴാക്കുകയും പലപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളത്, കണ്ണില്ലാത്തവർ അല്ലെങ്കിൽ ജന്മന അന്ധത ബാധിച്ച ഏതെങ്കിലും സഹോദരങ്ങൾ ഏതെങ്കിലും ആക്സിഡന്റായി നടുറോഡിൽ പെട്ടത് എത്ര പ്രാവശ്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? വളരെ വിരളമായിരിക്കും. അത് കാഴ്ചയുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോൾ കാഴ്ചയില്ലാത്തവർക്ക് പറ്റിയ അപകടം തുച്ഛം തന്നെയായിരിക്കും. എന്തുകൊണ്ട്? കേൾവി ശക്തി ഉള്ളവനെ അപേക്ഷിച്ച് കേൾവി ശക്തി ഇല്ലാത്തവർക്ക് അപകടങ്ങൾ കൂടുതൽ സംഭവിക്കാൻ സാധ്യതയെന്നാണ് നമ്മൾ ധരിച്ചു വെച്ചേക്കുന്നത്. പക്ഷേ കേൾവി ശക്തി ഉള്ളവരെക്കാൾ വളരെ കുറവായിരിക്കും കേൾവി ശക്തി ഇല്ലാത്തവർക്ക് സംഭവിക്കുന്ന അപകടം. എന്തുകൊണ്ട്? അവിടെയാണ് ശ്രദ്ധ. ഈശ്വരൻ നമ്മൾക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി ഒരല്പം കുറച്ച് കാണും, മറ്റുള്ളവർക്ക് അത് കൂടുതൽ കൊടുത്ത് കാണും. ജന്മനാ അന്ധതയുള്ളവൻ അല്ലെങ്കിൽ ജന്മനാ കേൾവി ശക്തി ഇല്ലാത്തവൻ, ജന്മനാ നടക്കുവാൻ കഴിയാത്തവന് ഉൾമനസ്സുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന പലതിനെയും ഭഗവാൻ കൊടുത്തു. അതുകൊണ്ട് തന്നെ നിസ്സംശയം പറയാം, കണ്ണ് കാഴ്ച ശക്തി ആവോളമുള്ള ഒരുത്തനെ ഒരു നോട്ട് കൊടുത്ത് പറ്റിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. മറിച്ച് ജന്മനാ കാഴ്ചയില്ലാത്ത ഏതെങ്കിലും ഒരു സഹോദരങ്ങളെ നിങ്ങളൊന്ന് പറ്റിക്കാൻ ശ്രമിക്കൂ, തീർച്ചയായും നിങ്ങൾ പിടിക്കപ്പെടും. അവരുടെ ഉൾമനസ്സ് ദീപ്തമാണ്, ചൈതന്യവത്താണ്. കാരണം നമ്മുടെ ശ്രദ്ധ മുഴുവൻ പുറത്തേക്ക് പോകുന്നു. കാതിലൂടെയും നാസാദ്വാരത്തിലൂടെയും കണ്ണിലൂടെയും പുറത്തേക്ക് പോകുമ്പോൾ ജന്മനാ അന്ധത ബാധിച്ചവൻ നമ്മുടെ മുമ്പിൽ അയോഗ്യനാണ് എന്ന് ചിലരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ആ ധാരണയെ മാറ്റണം. നമ്മളെക്കാൾ ദീപ്തമാണ് അവരുടെ ഉൾമനസ്സ്. കണ്ണിന്റെ കണ്ണു മനമാകുന്ന അതിനു കണ്ണായിരുന്ന പൊരുൾ താൻ എന്ന് ഉറയ്ക്കും അളവ് ആനന്ദം എന്തു ഹരിനാരായണായ നമ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ കൃത്യമായി തന്നെ പറഞ്ഞു, ഈ കണ്ണായിരിക്കുവാനുള്ള കാരണം അതിൻ്റെ ഉള്ളിലെ എനർജിയാണ്. കൃഷ്ണമണിയിൽ നിന്ന് ബ്രെയിനിലേക്ക് സിഗ്നൽസുകളെ എത്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എനർജിയാണ്. അതുകൊണ്ട് തന്നെ അത് ഇല്ലാതെ ജനിക്കേണ്ടി വന്നു എന്ന കാരണത്താൽ ചുറ്റുപാട് നടക്കുന്ന കാഴ്ചകളൊന്നും കാണാൻ കഴിയാത്തത്ര തലത്തിലല്ല എൻ്റെ കാഴ്ചപ്പാടിൽ അത്തനെന്ന് കരുതുന്നവൻ. അവൻ്റെ ഉൾമനസ്സ് ദീപ്തമാണ്. നമ്മേക്കാൾ കൂടുതൽ ശ്രദ്ധ അത്തരം വ്യക്തിത്വങ്ങളിൽ പ്രകടമാണ്. അതുകൊണ്ട് തന്നെയാണ് കാഴ്ചയുള്ളവനും കേൾവിയുള്ളവനും സ്പർശനശേഷിയുള്ളവനും ചലനശേഷിയുള്ളവനും നേരിടുന്ന അപകടങ്ങളിൽ നിന്ന് തുച്ഛമായിരിക്കും ഇത്തരക്കാർക്കുണ്ടാകുന്ന അപകടങ്ങൾ. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, എത്രത്തോളം കരുണയോടുകൂടി, സ്നേഹത്തോടുകൂടി, പ്രേമത്തോടുകൂടി ഭഗവാൻ നമ്മൾക്ക് ആവോളം വാരിക്കോരി തന്നു. 2 കൈയും ബലിഷ്ഠമായ 2 കാലും ഉണ്ടായിട്ടും 2 കൈയും കാലും ഇല്ലാത്തവർ നേടിയ പ്രശസ്തിയുടെ പകുതിയല്ല 1/4 പോലും നേടാൻ എനിക്ക് കഴിയുകയില്ല. കേവലം ഒരു വർഷത്തിന് മുമ്പ് പേപ്പർ നമ്മളൊരു വാർത്ത ശ്രദ്ധിച്ചു കാണും. 2 വെപ്പുകാലുകളും വെച്ചുകൊണ്ട് ജന്മനാ ചലനശേഷി ഇല്ലാത്ത, കാലിന് ചലനശേഷി നഷ്ടപ്പെട്ട ഒരു യുവാവ് 2 വെപ്പുകാലുകളും വെച്ചുകൊണ്ട് എവറസ്റ്റ് കൊടുമുടിയിലേക്ക് കയറിയെന്ന് നോക്കൂ. അതാണ് ഇച്ഛാശക്തി.
അതാണ് ജ്ഞാനശക്തി. രണ്ട് കൈയുമില്ലാത്ത ഒരു പെൺകുട്ടി അനേകായിരം ചിത്രങ്ങൾ വരച്ച് ലിങ്ക ബുക്സ് ഓഫ് റെക്കോർഡിൽ ഇടം നേടി. ജ്ഞാനശക്തിയാണ്. നോക്കൂ, ബലിഷ്ഠമായ രണ്ട് കൈകൾ, ലക്ഷണയുക്തമായ 10 വിരലുണ്ടായിട്ടും വൃത്തിയായിട്ടൊരു വൃത്തം വരയ്ക്കാൻ കഴിയാത്ത എന്നെ പോലുള്ള അനേകായിരങ്ങൾ ജീവിച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ രണ്ട് കൈയുമില്ലാതെ വളഞ്ഞ കാലിനെ ഉപയോഗിച്ചുകൊണ്ട് സർവേശ്വരൻ എന്നോടൊപ്പമുള്ളപ്പോൾ ഞാൻ പരാജയപ്പെടുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി പ്രവർത്തിച്ചതിന്റെ പരിണിത ഫലമായി ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്നു അത്തരം വ്യക്തിത്വങ്ങൾ. ഇരു കൈയുമെടുത്ത് അവരെ തൊഴണം. തൊഴുതാൽ മാത്രം പോരാ, ഉണ്ണാതുറങ്ങാതെ സർവ്വ സജ്ജീകരണങ്ങൾ ഒരുക്കി നിങ്ങൾ പോറ്റി വളർത്തുന്ന ഭാവി തലമുറയെ ഇത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളെ കാട്ടിക്കൊടുക്കണം. പറയണം അവരോട്, കാണൂ, ഇരു കൈയുമില്ലാത്ത ഈ കുഞ്ഞിന്റെ യശസ് എവിടം വരെ എത്തി നിൽക്കുന്നു, അവളുടെ പ്രശസ്തി എവിടം വരെ എത്തി. ആരാണതിന്റെ കാരണം? അവളുടെ ഇച്ഛാശക്തി മാത്രം. അവളുടെ ഉള്ളിലെ ചൈതന്യത്തെ അവൾ കൃത്യമായി തന്നെ പ്രയോജനപ്പെടുത്തുന്നു, അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നു. ആ ഒരൊറ്റ കാരണമാണ് ഏതൊരാളും യശസ്സിന്റെ കൊടുമുടിയിലേക്ക് കയറുന്നുവെങ്കിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ അർഹിക്കുന്ന രീതിയിൽ ഉയർത്തപ്പെടുന്നില്ല എങ്കിൽ അതിന്റെ കാരണം അവരെ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിൽ നമ്മൾ പരാജിതരായിരിക്കുന്നു. ആ പരാജയം സംഭവിക്കാതിരിക്കാനാണ് സർവേശ്വരൻ കൂടെയുള്ള ഇത്തരത്തിലുള്ള അത്ഭുതങ്ങളെ നമ്മൾക്കായി വാരി വിതറി തരുന്നത്. അതിനെ ശ്രദ്ധിച്ച് അടുത്ത തലമുറയെ ഒന്ന് കാട്ടിക്കൊടുത്താൽ തീർച്ചയായും അവരതിൽ നിന്ന് ചിലരെങ്കിലും ചില പാഠമെങ്കിലും ഉൾക്കൊണ്ടുകൊണ്ട് ഉയർന്നാൽ സുഹൃതമായി മാറാം. അതുകൊണ്ട് പരാതി പറയുന്നത് നിർത്തൂ, പരിഭവം പറയുന്നത് നിർത്തൂ. ഈശ്വരൻ ആവോളം വാരിക്കോരി തന്നിട്ടുണ്ട്. ഈശ്വരൻ ആരോടും ഒരു വേർതിരിവില്ല. ഓരോരുത്തരും പൂർവജന്മാർജിതമായി ചെയ്ത പുണ്യ പാപ കർമ്മങ്ങളുടെ പരിണിത ഫലമായിട്ടാണ് ഇപ്പോൾ അതാത് വേഷങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വേഷത്തിലെത്തിയപ്പോഴും കൈവിടാതെ കരുണയോടുകൂടി സർവേശ്വരൻ തന്ന മഹത്തായ ആ സ്നേഹത്തെ വാഴ്ത്തു. ഇരു കൈകളും തൊഴുതുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്വമഹം വന്ദേ പരമാനന്ദമാധവം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്വമഹം വന്ദേ പരമാനന്ദമാധവം. മൂകനെ വാഗ്മിയാക്കുന്നതും കാഴ്ചശക്തിയില്ലാത്തവനെ എല്ലാം കാണുന്ന തലത്തിലേക്ക് ഉയർത്തുന്നവനും നടക്കുവാൻ പോലും കഴിയാതെ മുടന്തനായി ജനിക്കേണ്ടി വന്നവനെ വിശ്വപ്രകൃതിയുടെ നെറുകയിലേക്ക് ഉയർത്തി കുന്നുകൾ പോലും കയറുവാൻ, പർവ്വതങ്ങളുടെ മുകളിലേക്ക് പോലും എത്തുവാൻ പ്രാപ്തനാക്കുന്നവനുമായ സർവേശ്വരനായ മഹാപ്രഭു, അവിടുത്തെ കഴിവുകൾ ഏതൊരുത്തൻ പ്രയോജനപ്പെടുത്തുന്നുവോ അവൻ ജന്മനായി ഏതു കുറവുകളും കുറ്റങ്ങളും ഉള്ളവനാണെങ്കിലും ഉള്ളിലുള്ള ഇച്ഛാശക്തി ഏതൊരുത്തൻ പ്രയോജനപ്പെടുത്തുന്നു അവന്റെ മുമ്പിൽ ലോകം ശിരസ് നമിക്കുക തന്നെ ചെയ്യും. എത്ര ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് വേണം. ലോകം ആദരിച്ച പ്രശസ്ത സയന്റിസ്റ്റായ സ്റ്റീഫൻ ഹോക്കിങ്സിനെ പറ്റി പോലും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എനിക്ക് പരിമിതി കൊണ്ട് നടക്കാൻ കഴിയില്ലേ എന്ന് അദ്ദേഹം ചിന്തിച്ച് സ്വയം പരാജയം സമ്മതിച്ച് പിന്മാറിയിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിന്റെ നെറുകയിലേക്ക് അദ്ദേഹം എത്തുമായിരുന്നില്ല. അപ്പോൾ അധ്വാനിക്കുവാനും എന്തിനും എനിക്ക് കഴിയും, എനിക്ക് പരാതിയുമില്ല, പരിഭവമില്ല, പരാധീനതകളുമില്ല, എല്ലാത്തിനെയും മറികടക്കാൻ കഴിയുന്ന ഈശ്വര കടാക്ഷം എന്നിൽ ആവോളമുള്ളപ്പോൾ എനിക്ക് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന് വരുന്ന തലമുറയെ നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താൽ നമ്മുടെ ഓരോരുത്തരുടെയും ഭവനത്തിൽ നിന്ന് ഉദിച്ചുയരുന്നത് അതാത് പ്രദേശങ്ങളെ മുഴുവൻ നന്മയിലേക്ക് നയിക്കുന്ന, സ്നേഹത്തിലേക്ക് നയിക്കുന്ന സൂര്യ ചന്ദ്രന്മാരായിരിക്കും. അതിനുള്ള വഴികാട്ടികളായി നമ്മൾക്കും പ്രവർത്തിക്കാം. ഭഗവാനെ നന്ദിയോടുകൂടി സ്മരിക്കാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരി യത്കൃപ തമഹം വന്ദേ പരമാനന്ദമാധവം. ഭഗവാനെ ഏവർക്കും ഉജ്ജ്വലകരമായ ജീവിതത്തെ പ്രദാനം ചെയ്യട്ടെ എന്ന് ആദരപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് അമൃതം ഗോപാലകൃഷ്ണൻ എന്ന ഈ ഉള്ളവന്റെ ശതകോടി പ്രണാമം അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ ഏവർക്കും നമസ്കാരം.